പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. ദുബായിൽ പ്രവാസികൾക്ക് വിസ പുതുക്കാൻ ഇനി മിനിറ്റുകൾ മതി. സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് സലാമ എന്ന പേരിൽ പുതിയ AI പ്ലാറ്റ്ഫോം പുറത്തിറക്കി. റെസിഡൻസി വിസ പുതുക്കുന്നതിനായി പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള സലാമ പ്ലാറ്റ്ഫോം വഴി താമസക്കാർക്ക് മിനിറ്റുകൾക്കുള്ളിൽ വിസ പുതുക്കാം. കൂടാതെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നേരിട്ട് പുതുക്കിയ വിസ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. സമയം ലാഭിക്കാനും പേപ്പറിന്റെ ഉപയോഗം കുറയ്ക്കാനുമാണ് പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. സലാമയിൽ ഒരു ഉപഭോക്താവ് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വിസ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും AI തിരിച്ചറിയും. കൂടാതെ അവരുടെ വിസ സ്റ്റാറ്റസ്, ആശ്രിതരുടെ വിസ വിവരങ്ങൾ, വിസ കാലഹരണപ്പെടുന്ന ദിവസം തുടങ്ങി എല്ലാ വിവരങ്ങളും പ്രദർശിപ്പിക്കുകയും ചെയ്യും. അപേക്ഷകന്റെ ആശ്രിതരുടെ വിസയും സലാമ പ്ലാറ്റ്ഫോമിലൂടെ പുതുക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ 462 പ്രവാസികളുടെ താമസ മേൽവിലാസം റദ്ദാക്കി. മേൽവിലാസം ഇല്ലാതായവർ പേര് പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശം. ഉടമയുടെ സമ്മതത്തോടെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പൊളിക്കുന്നത് മൂലമോ റെസിഡൻഷ്യൽ വിലാസങ്ങൾ ഇല്ലാതാക്കുന്ന പ്രക്രിയ തുടരുകയാണെന്ന് കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു. അടുത്തിടെ 462 പ്രവാസികളുടെ വിലാസങ്ങൾ റദ്ദാക്കിയതായി അതോറിറ്റി അറിയിച്ചു. മേൽവിലാസം ഇല്ലാതായവർ ഔദ്യോഗിക പത്രമായ കുവൈറ്റ് ടുഡേയിൽ പേര് പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം അതോറിറ്റിയിലെത്തി അനുബന്ധ രേഖകൾ നൽകിയ ശേഷം പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അല്ലെങ്കിൽ പിഴ ചുമത്തുമെന്നാണ് മുന്നറിയിപ്പ്. മേൽവിലാസം പുതുക്കിയില്ലെങ്കിൽ 100 കുവൈറ്റ് ദിനാർ പിഴ അടയ്ക്കണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI പവർ ട്രാഫിക് സംവിധാനം അവതരിപ്പിച്ച് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. പുതിയ ട്രാഫിക് സിഗ്നൽ നിയന്ത്രണ സംവിധാനം നടപ്പിലാകുന്നതോടെ ഗതാഗത കുരുക്ക് ഒഴിവാകാൻ സഹായിക്കും. ദുബായ് RTA അടുത്ത തലമുറ ട്രാഫിക് സിഗ്നൽ നിയന്ത്രണ സംവിധാനമായ UTC UX ഫ്യൂഷൻ ആരംഭിച്ചു. ഇത് നഗരത്തിലുടനീളമുള്ള ട്രാഫിക് മാനേജ്മെന്റിൽ വിപ്ലവം സൃഷ്ടിക്കും. 2026 ഈ സംവിധാനം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രാഫിക് ഫ്ലോ മെച്ചപ്പെടുത്തുന്നതിനും കവലകളിലെ തിരക്ക് 20% വരെ കുറയ്ക്കുന്നതിനുമായി അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പ്രൊഡക്റ്റീവ് അനലിറ്റിക്സ്, ഡിജിറ്റൽ ഇരട്ട സാങ്കേതികവിദ്യകൾ എന്നിവ സിസ്റ്റം ഉൾക്കൊള്ളുന്നുവെന്ന് RTA വെളിപ്പെടുത്തി. നവീകരിച്ച സംവിധാനം ദുബായിലെ പ്രധാന കവലകളിലുടനീളം വിന്യസിക്കും. ട്രാഫിക് ചലനം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലൂടെയും റോഡ് നെറ്റ്വർക്ക് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെയും പുതിയ സംവിധാനം ഇന്റലിജന്റ് മൊബിലിറ്റി സൊല്യൂഷനുകളോടുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നുവെന്ന് RTA പറഞ്ഞു. വാഹനമോടിക്കുന്നവർ, പൊതുഗതാഗത യാത്രക്കാർ, കാൽനട യാത്രക്കാർ, സൈക്കിൾ യാത്രക്കാർ എന്നിവരുൾപ്പെടെ എല്ലാ റോഡ് ഉപഭോക്താക്കൾക്കും യാത്രാനുഭവം മെച്ചപ്പെടുത്താനും അത്യാഹിത വാഹനങ്ങൾക്കും പൊതുഗതാഗതത്തിനും മുൻഗണന നൽകാനും പുതിയ സംവിധാനം ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഷാർജയിൽ കെട്ടിട വാടകയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചു. പ്രവാസികൾക്കും ഇത് പ്രയോജനകരം. അഖാരി എന്ന പേരിലാണ് റിയൽ എസ്റ്റേറ്റ് സേവനങ്ങൾ എളുപ്പമാക്കാൻ സംയോജിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തിയത്. ഡിപ്പാർട്ട്മെന്റുകൾ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്നതാണ് പുതിയ സംവിധാനം. ആദ്യഘട്ടത്തിൽ 90-ലധികം കമ്പനികൾ ഈ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 4791-ലധികം പ്രോപ്പർട്ടികളും പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് സേവനങ്ങൾ ഡിജിറ്റലാക്കാനും ലളിതമാക്കാനും താമസക്കാർക്കും ബിസിനസ്സുകാർക്കും കൂടുതൽ മികച്ച അനുഭവം നൽകാനുമാണ് പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നത്. അഖാരി പ്ലാറ്റ്ഫോം 20-ലധികം പ്രാദേശിക ഫെഡറൽ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. താമസക്കാർക്കും ബിസിനസ്സുകാർക്കും ഇനി എളുപ്പത്തിൽ കെട്ടിട വാടക സേവനങ്ങൾ ലഭ്യമാക്കും. ഇതുമൂലം സമയവും പണവും ലാഭിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ കമ്പനികളുടെ വർക്ക് പെർമിറ്റ് നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തി. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദാണ് ഇതു സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറാണ് വർക്ക് പെർമിറ്റ് നടപടിക്രമങ്ങളിൽ ഭേദഗതി വരുത്തിയത്. പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ ഉടമ, അംഗീകൃത ഉദ്യോഗസ്ഥർ എന്നിവർ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുവദിക്കില്ല. നിലവിലുള്ള വിലക്ക് നിയമപരമായി പരിഹരിച്ചാൽ മാത്രമേ സ്ഥാപനം തുടങ്ങാനാകൂ. തൊഴിലാളികളുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്താതിരിക്കുക, കമ്പനിയുടെ മേൽവിലാസം നൽകാതിരിക്കുക, കാലഹരണപ്പെട്ട ലൈസൻസുകൾ കമ്പനി ഫയലിൽ രജിസ്റ്റർ ചെയ്യുക തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് ഫയലുകൾ മരവിപ്പിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ടെക്നോളജി കമ്പനി കാർദേക്കോ ഗ്രൂപ്പ് UAE വിപണിയിലേക്ക്. കാർ വാങ്ങുന്നവർ, വിൽപ്പനക്കാർ എന്നിവർക്കായി വിവിധതരം ഡിജിറ്റൽ സേവനങ്ങൾ കമ്പനി നൽകും. വാഹന വിൽപ്പന, അവലോകനങ്ങൾ, ഇൻഷുറൻസ്, ധനസഹായം എന്നിവയ്ക്കായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിപ്പിക്കുകയാണ് കാർദേഗോ ഗ്രൂപ്പിന്റെ ചുമതല.
രാജസ്ഥാനിലെ ജയ്പൂർ ആസ്ഥാനമായാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. റായ ഹോൾഡിംഗ്സുമായി ചേർന്നാണ് കാർദേഗോ ഗ്രൂപ്പ് UAEയിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇന്ത്യയിലുടനീളമുള്ള ഉപഭോക്താക്കളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ടയർ 2 നഗരത്തിൽ ആരംഭിച്ചത് ഇപ്പോൾ അതിർത്തികൾ കടന്നിരിക്കുന്നുവെന്ന് കാർദേഗോ ഗ്രൂപ്പ് CEOയും സഹസ്ഥാപകനുമായ അമിത് ജെയിൻ പറഞ്ഞു. സുസ്ഥിര ഗതാഗതത്തിലും ഡിജിറ്റൽ പരിവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന UAEയുടെ വിഷൻ 2030ലേക്ക് സംഭാവന നൽകാനുള്ള കമ്പനിയുടെ പ്രതിബദ്ധതയുമായി ഈ നീക്കം യോജിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.